നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാർബിൾ കേക്കാണ്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. അതിലൊരു കപ്പും പിന്നെ അതിൻ്റെ അര കപ്പും, അതായത് 120 ml ഒരു കപ്പ്, അങ്ങനെ 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കേക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ പൊങ്ങി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/4 കപ്പ് കൂടി അളന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അളവൊക്കെ കൃത്യമായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അളവിനേക്കാളും പഞ്ചസാര പൊടിച്ചത് കുറച്ച് കൂടുതൽ കിട്ടും. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നിർത്തി അടിച്ചെടുക്കുക. അതായത് ഒരേ സ്പീഡിൽ അടിക്കരുത്. ആദ്യം ഒന്ന് അടിക്കുക, പിന്നെ നിർത്തിയിട്ട് വീണ്ടും അടിക്കുക. അങ്ങനെ നിർത്തി അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ്. പാല് ചേർത്തിട്ട് ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാർബിൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പകുതിയിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ചേർക്കുന്ന സമയത്ത് ബാറ്റർ ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റാണ്, ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ 2 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഒന്ന് വാനിലയുടേതും മറ്റൊന്ന് ചോക്ലേറ്റിൻ്റെതും. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഒരു സോസ് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു പഴയ പാൻ വെച്ച് കൊടുക്കുക, കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാൻ ഒന്ന് ചൂടാക്കുക. ഒരു മിനിറ്റ് നേരം ചൂടാക്കിയാൽ മതിയാവും. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സോസ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്യണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതിയാവും. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വാനിലയുടെ ബാറ്റർ ഒഴിക്കുക, അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിക്കുക, വീണ്ടും വാനിലയുടെ ബാറ്റർ ഒഴിക്കുക, വീണ്ടും അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിക്കുക. ഇതേപോലെ കേക്കിൻ്റെ എല്ലാ ബാറ്ററും ഒഴിച്ചെടുക്കുക.
ഇപ്പോൾ മുഴുവൻ ബാറ്ററും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് വരച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ആദ്യത്തെ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് നിൽക്കും. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്നറിയാൻ ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കേക്ക് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.